ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. വേനൽക്കാലത്ത് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഐസ് ഗോള തയ്യാറാക്കാൻ പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും കുറഞ്ഞു പോകരുത്. അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഐസ് ഗോള. അപ്പോൾ മധുരം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ചൂടിൽ നമുക്കത് അലിയിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് വന്നപ്പോൾ ഞാനിതിലോട്ട് അര ഭാഗം ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞ് കുരുവിഴാണ്ട് ചേർത്ത് കൊടുക്കുക. അതും കുറച്ച് നേരം കിടന്ന് തിളയ്ക്കണം. ഇത് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്. ഈ വേനൽക്കാലത്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ അവർ കഴിക്കണ കാണാറുണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ ഇതിങ്ങനെ വിൽക്കണ കാണാം. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് ചൂടാറിയിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഞാനത് 2 പാത്രത്തിലേക്ക് പകർത്താണ്. കാരണം എൻ്റെ കയ്യിൽ 2 കളറാണുള്ളത്. ഇപ്പോൾ കൂടുതൽ ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ അത് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഐസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതേപോലെ ഐസ് ഉണ്ടാക്കണ ആ സ്റ്റിക്ക് വേണം. ഏത് ഗ്ലാസ്സിലാണോ എന്തിലാണോ ഐസ് ഇത് തയ്യാറാക്കണത് അതെടുത്ത് വെക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറുള്ള ഫുഡ് കളറാണ്. അത് ഞാൻ ഒന്നിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് പിസ്തയുടെ ഫ്ലേവർ ഉള്ളതാണ് ഫുഡ് കളറ്. ടൈഗറിൻ്റെ ഫുഡ് കളറാണത്. അത് ഞാൻ അടുത്തതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഐസ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ട്രേയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഒരുപാട് കട്ടിയിലല്ലാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല. മിക്സിയിലിട്ട് പൊടിക്കാൻ ശരിക്കും ഐസ് ഗോള ഉണ്ടാക്കാൻ ഒരു പ്രത്യേകതരം മെഷീനുണ്ട്. അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുന്നതിന് മുന്നേ ഞാനിതൊന്നിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടോ, മിക്സിയിൽ അടിച്ചെടുത്ത് വരുമ്പോൾ ഇതിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഐസ് പെട്ടെന്ന് ഉരുകിപ്പോവും. അത് റെഡിയാക്കുക. അതിനുശേഷം ഏതിലാണോ നമ്മൾ തയ്യാറാക്കണേ ആ ഗ്ലാസിൻ്റെ നടുക്കിലോട്ട് ആ സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടായിട്ടും അതിൻ്റെ ചുറ്റുമായിട്ടും ഈ ഐസ് ഇട്ട് കൊടുക്കണം. ഐസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. ഈ ഐസ് ഗോള നമുക്ക് കാണാം നമ്മുടെ താരെ ജമീൻ പർ എന്ന് പറഞ്ഞ മൂവിയിൽ. ഇഷാൻ ഇങ്ങനെ പുറത്ത് സ്കൂളിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അവനിങ്ങനെ ഒരാളിങ്ങനെ മേടിച്ച് ഒരു കൊച്ചിന് കൊടുക്കണതായിട്ട് ആ ഒരു സോങ്ങിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതാണ് നമ്മളിവിടുന്ന് തയ്യാറാക്കണത്. അപ്പോൾ ഐസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഐസ് നമുക്ക് കിട്ടില്ല. നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഹോളൊന്നും ഇല്ലാണ്ട് എടുക്കണം. കണ്ടോ, ഇതേപോലെ കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ ഫുഡ് കളറ്, അതായത് ലെമണും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാനി ഇതിന് മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. വലിയൊരു ഫ്ലേവറൊന്നുമല്ല ഇതിന്. ഒരു നല്ല വെയിലത്ത് നടക്കുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ നമുക്കൊരു ആശ്വാസമല്ലേ. ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഐസ് മാത്രം മതി മെയിനായിട്ട്. ഒരു ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഈ ഫുഡ് കളർ ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഐസ് ഗോള. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ചും ഇത് ഗ്ലാസ്സിലൊക്കെ കൊടുക്കണതും കണ്ടിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഐസ് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും അത് ഉരുകിത്തീരും. അതുകൊണ്ട് ഇത് ഒരു ഗ്ലാസ്സിലാക്കിയിട്ടും നോർത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സോട് കൂടെ നമുക്കത് കുടിക്കുകയും ചെയ്യാം. അത് കണ്ടോ, ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.